ഗീനസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണാണ് അത്തൊക്കെ ഇടാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളോട് പൂവൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബന്ദി ഓറഞ്ച് ബന്ദി മഞ്ഞ ബന്ദി കുറച്ചുണ്ടറിയാൻ ബന്ദിപ്പൂ എറിയണം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നമ്മൾ വരച്ച് അത് കൂട്ടിട്ട് ബാക്കി വേണ്ട അങ്ങോട്ട് വരക്കാനാണ്. വെള്ളപ്പൂ സെൻട്രലായിട്ട് റോസ് വെക്കുന്നത് സെൻട്രലായിട്ട് റോസ് വെച്ചിട്ടുണ്ട്. അരളിയുണ്ട്. നമ്മളിതാ അത്തിട്ട് അപ്പം തീർന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഇച്ചിരി കൂടി ഡിസൈൻ കൊടുക്കാൻ ഇച്ചിരി കൂടി പൂവുണ്ടായിരുന്നു. ബാക്കിയത് ഇച്ചിരി കൂടി പൂവുണ്ട്. അതും കൂടി ആയിട്ട് കിള്ളിയിട്ട് ഓക്കെ. വേറൊരു ചട്ടിയെടുത്തുള്ളതുകൊണ്ട് വേണ്ട 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 ആ എണ്ണ എടുത്തോണ്ട. ഇത്തിരി കൂടി നമ്മൾ ഇവിടെയാണ് ഇത്തിരി വെക്കാൻ പോകുന്നത്. വെള്ളമാണ് കേസ്. രണ്ടും ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. കത്തിക്കും ഗൈസ്. ഇത് ഗൈസ് ഇത് നമ്മൾ എന്താ കത്തിക്കും ഈ തിരിയൊക്കെ അല്ലേ അല്ലേ. റോസ ഉണ്ട്. ഇത് ബാക്കി പോകുന്നതാണ്. നമ്മള് തീപ്പട്ടയാണ് കത്തിക്കാൻ പോണ. വാടാബന്തി ഇത് കത്തിക്കാണ്. വാടാബന്തി മണ്ണുണ്ട്, ഓറഞ്ചുണ്ട്, അരളിയുണ്ട്, റോസ ഉണ്ട്, വെള്ളപ്പൂവുണ്ട്, പിന്നെ ശംഖുപുഷ്പം കൂടി ഉണ്ട്. കൊണ്ടാണ് ഈ വെള്ളപ്പൂവിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. കാണിച്ചു തരാം ഗൈസ്. കണ്ടോ ചട്ടി കണ്ട. നമ്മളിതിന് ഓരോരോ എല്ലാത്തിനും ഇതുപോലെ നമ്മൾ എണ്ണ വെച്ച് തിരികണേ. കണ്ടോ എണ്ണയിൽ ഞാൻ തിരിമുക്കുക. അടുത്ത തിരി കണ്ടോ.
നമ്മൾ ഓണോന്നൊക്കെ എഴുതിയിട്ട് സന്തോഷമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരാൾ ഉണ്ട്. ഇവിടെ കണ്ട നമ്മൾ തിരുവോണ നേരത്തെ എഴുതി വെച്ചത്, പക്ഷേ അതിന് കുറെ സ്ഥലം വേണ്ടേ ഗായ്സ്, അതുകൊണ്ട് ഓണമെന്ന് എഴുതി അല്ലേ. ഇനി നമുക്ക് കത്തിക്കണം. കത്തിച്ചു. കാറ്റുള്ള കൊണ്ടായിരിക്കും ഇങ്ങനെ കെട്ട് പോകുന്ന ഒരു സാധ്യത ഉണ്ട്. കാറ്റുള്ളോണ്ടേ കെട്ടു പോകാൻ സാധ്യത ഉണ്ട് ഗായ്സ്. അപ്പഴത്തത് കെട്ടുപോയെന്നു. ചേട്ടാ കത്തിച്ചിട്ടുണ്ടോ? കണ്ടോ, ഈ കാറ്റുള്ളതുകൊണ്ടാണ് ഗായ്സ് ഇത്. കണ്ടോ, ചിലപ്പോ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ അല്ലേ. നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വലിയ അത്താണ്, നമ്മൾ അന്നൊക്കെ ഇട്ടത് ചെറിയ അത്തായിരുന്നു അല്ലേ. അത് അവിടെ വെക്കാനാണ് ഗായ്സ്. നമ്മൾ വള്ളം പോലെയൊക്കെ വരച്ചിട്ടുണ്ട്. ഗായ്സ് അത് കണ്ടോ, അത് കണ്ടോ ഗായ്സ്, അടിപൊളി. നമ്മളിങ്ങനെ ശംഖുപുഷ്പം നമ്മൾ കടയിൽ മേടിച്ചല്ല, നമ്മളെ വീട്ടിലുണ്ടായിരുന്നത് അല്ലേ. നമ്മുടെ എന്താണ് അത്തക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ സദ്യയിലോട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് കറികളാണ് അമ്മ സെറ്റാക്കി വെച്ചേക്കുന്ന കറികളാണ്. കറികളൊക്കെയാണ് കുറച്ച് കറികളുണ്ട്. അവിയലുണ്ട്, ചള്ളാസാണെന്ന് തോന്നുന്നു, ചള്ളാസുണ്ട്, മോരിയാച്ചതുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ സ്പെഷ്യലായിട്ടുണ്ട് ഇവിടെ എന്താണ് പായസമുണ്ട്, പപ്പടം, അമ്മ എലിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഓക്കെയുണ്ട് ഗൈസ്. ചോറ്, പഴമുണ്ട്, ചിപ്സ്, ശർക്കര വരട്ടി, പിന്നെ എനിക്കറിയില്ല, പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ എന്താണ് തോരനുണ്ട്, കറി ഇഞ്ചിപ്പുളിയാണെന്ന് തോന്നുന്നു, ഇഞ്ചിപ്പുളിയുണ്ട്. പിന്നെ നമ്മുടെ കരിമുളകും വറുത്തതുണ്ട്, അച്ചാറുണ്ട്, കിച്ചടി, ഇതിൻ്റെ പേര് പച്ചടിയുണ്ട്, പരിപ്പ് കറിയുണ്ട്. നമ്മള് ഫസ്റ്റ് എന്ന് പറഞ്ഞ് അച്ഛൻ വന്നിട്ട് സദ്യ ചെയ്യുന്നുണ്ട്. പായസം കൂടി പപ്പടം കൊടുത്ത് സദ്യ മീറ്റാണ്. അച്ഛൻ പരിപാടിക്ക് പോയേക്കാണ് സ്റ്റേഷനിൽ. സദ്യക്കായി നമ്മൾ സദ്യ കഴിക്കാൻ പോകണം. അപ്പോൾ സദ്യ കഴിച്ചിട്ട് കാണാം. നമ്മൾ സദ്യ കഴിച്ചു. ഉറങ്ങണമെന്നും പറഞ്ഞ് കിടന്നു ഗൈസ്, പക്ഷെ ഉറക്കമൊന്നും ഒന്നുമില്ല, കൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോന്നു. ഇനി ബോറടിച്ച് ചെയ്യണം. പിന്നെ അവിടെ വന്ന് ചുമ്മാ ബോറടിച്ചൊക്കെ ഇരിക്കുന്നു. അവിടെ മുറ്റത്തൊക്കെ നോക്കി, അത്തക്കടം നോക്കിയപ്പോഴത്തേക്കും കുറിച്ച് എന്താണ് കാക്കകളൊക്കെ വന്ന് തിരിയൊക്കെ കൊത്തം നോക്കാറുണ്ടായിരുന്നു. കാറ് വരെയൊക്കെ ഓടിച്ച് ഇപ്പം അങ്ങോട്ട് അമ്മ ബോറടിച്ചിരിക്കുന്നു ഗൈസ്. പിന്നെ അസൽത്തായിട്ടൊന്ന് നോക്കിയപ്പോൾ നമ്മൾ വേസ്റ്റ് എടുക്കുന്നത് കണ്ടിട്ട്
ഒരു ഐഡിയ പറഞ്ഞു നോക്കിയെടുത്താലോ. അത് വെച്ച് എങ്ങനെ കിളിപ്പിക്കണേന്ന് പാർക്കുട്ടി പറഞ്ഞേ. ഇതിലൊരു പരിപാടി ഉണ്ട് ഗൈസ്. അതായത് അടുത്ത ഓണത്തിന് നമുക്കിവിടെ ബന്ദിപ്പൂ കിളിപ്പിക്കാം. കുറച്ച് പേർക്ക് അറിയാമെങ്കിലും കുറച്ച് പേർക്ക് അറിയില്ല. ബന്ദിപ്പൂവിൻ്റെ പറഞ്ഞിട്ട് അച്ചാമ്മ പറഞ്ഞ ട്രിക്കാണ് ഗൈസ് പാർക്കുട്ടി ഇപ്പോൾ പറഞ്ഞത്. പൊളിച്ചെടുക്കുമ്പോൾ കണ്ടുകൂടെ കാലത്താണല്ലേ മുഴുവനും പൊളിക്കും. ഇങ്ങനെ ഞങ്ങൾ നേരത്തെ ഓണത്തിന് ചെയ്തായിരുന്നു. അപ്പോൾ കിളുത്തായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളത് വെട്ടിക്കളഞ്ഞു. എന്താണ് മണ്ണിറക്കാൻ വന്നപ്പോഴത്തേക്കും മണ്ണൊക്കെ ആയിട്ട് വെട്ടിക്കളഞ്ഞത്. ഇവിടെ കണ്ടോ കാവപ്പയും വെള്ളയും കൂടിയ സംഭവമില്ലേ, അതിങ്ങനെ പറിച്ചെടുക്കണം. ഓറഞ്ച് ബന്ദിയാണ് അല്ലേ നമ്മൾ കളിപ്പിക്കാണ്. സമൂഹം ഇങ്ങനെ പറിച്ചോളാം. നല്ല പാടാണ് കേട്ടോ പറിക്കാൻ. ഇതൊക്കെ തോന്നുന്നത് തള്ളാണ് ഗൈസ്. പറിക്കാനൊന്നും അങ്ങനെ പാടൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇങ്ങനെ എന്താ വിതറി കൊടുക്കണം. വിധവെന്താ ചിലപ്പോ വിധവും കൊടുക്കാൻ പറ്റും, അങ്ങനെ കുഴിച്ച് ഇടാൻ പറ്റും. പക്ഷെ ഞങ്ങൾ വിതറിയിടാനാണ് അച്ഛൻ പറഞ്ഞത്. ഞാനൊരു പ്രാവശ്യം മഞ്ഞബന്ധ് കുഴിച്ചിട്ട് അത് വളർന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അത് നോട്ടിക്കൊടുക്കാം. ഞാനൊരു ദിവസം റംബൂട്ടാൻ്റെ കുരുവൊക്കെ ഇങ്ങനെ ഇവിടെ കുഴിച്ചിടുവാണ്. അപ്പം റംബൂട്ടാൻ വളർന്നു വന്നതാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ കൃഷിക്കാരിയാണ് ഗൈസ്. അവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മഞ്ഞ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് വളരുക ഇതാണ് വേണ്ടതെന്ന് ഇതാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെ ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്താണ് നമ്മുടെ അത്തകൾ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യണം. അടുത്ത ഓണത്തിന് നമുക്ക് 1 മില്യൺ അടിക്കാൻ പറ്റണം. 1 മില്യൺ ഒരു 100K എങ്കിലും അടിക്കാൻ പറ്റണം ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എല്ലാം നടക്കും. ഓക്കെ. പാറുവിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ തിരുവോണമായതുകൊണ്ട് കുറച്ച് സിനിമയൊക്കെ ഉണ്ടായിരുന്നു കണ്ടുപിടിക്കുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സാധനം അവള് ഷോർട്സ് കൊണ്ട് കിടക്കിയിരുന്നു കുറഞ്ഞു പോയയാള്. കൊടിയെടുത്തല്ലോ നീ ചാടിമറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരിക്കാനായി, സന്ധ്യ വീഴുമ്പേ നീ പണ്ട് കളിക്കട്ടെ. എന്നൊക്കെ പാട്ട് പാടി ഉഷാറായി കിടന്ന ആളിപ്പോൾ ഉറങ്ങിക്കിടക്കണം ഗൈസ്. ഇങ്ങോട്ട് എഴുന്നേറ്റ് ഇരിക്കാണ്. പായസം കൊടുക്കുകയാണ് ഗൈസ് അമ്മ. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ബോറടിച്ചിരുന്നു. കുറേ നേരം ബോറടിച്ച് ക്യാമറയൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുലുക്കി എന്തൊക്കെയോ കാണിക്കണ്ടായിരുന്നു. എൻ്റെ ക്യാമറ ഇടാൻ മറന്നു പോയി. കൊള്ളാം പൊളി. അപ്പോൾ ഗൈസ് ഇനി വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. രാത്രിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം.